ഹായ് എവരി വൺ, വെൽക്കം ടു മാപ്സ്റ്റിക് മീഡിയ. അപ്പം ഇന്ന് നമ്മുടെ ഒപ്പം ഉള്ളത് ജീവൻ എന്ന സിനിമയ്ക്ക് ജീവൻ നൽകിയ ഒരാളെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം അല്ലേ. അപ്പോൾ ഈ സിനിമയുടെ പ്രൊഡ്യൂസറും അതേപോലെ ഒരു ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടറിൽ എത്തുന്ന ഒരാളാണ്. എന്തൊക്കെയുണ്ട് വിശേഷം? അതാണ് ഏറ്റവും പുതിയ വിശേഷം. ജീവനാണ് സിനിമ ഇറങ്ങാൻ പോകുന്നു എന്നുള്ളത്. അതെ, ഈ ആഴ്ച റിലീസ് ആവുകയാണ്. അതിൻ്റെ ഒരു സന്തോഷത്തിലാണ്. അപ്പോൾ എങ്ങനെയാണ് ഈ സിനിമയുടെ ഒരു ഭാഗമായി മാറുന്നത്? ഇതിൻ്റെ രചയിതാവും സംവിധായകനുമായ വിനോദ് നാരായണൻ, അദ്ദേഹത്തിൻ്റെ ഒരു ബാല്യകാല സുഹൃത്താണ്. അപ്പോൾ ഞാൻ സ്വന്തമായൊരു സിനിമ സംവിധാനം ചെയ്യാനുള്ള അതിൻ്റെ ഒരു പണിപ്പുരയിലിരിക്കുന്ന സമയത്താണ് ഇദ്ദേഹം വന്ന് ഈ കഥ പറയുന്നത്. അതൊരു ട്രൂ സ്റ്റോറിയാണ്. മദ്യപാനമാണ് വിഷയം. അപ്പോൾ ആ സ്ക്രിപ്റ്റ് ഫുള്ള് വായിച്ചു കഴിഞ്ഞപ്പോൾ ഇത് വളരെ ഓരോ സീനുകളും വളരെ ലൈവായിട്ട് തോന്നി. അദ്ദേഹത്തിൻ്റെ ജീവിതകഥയും കൂടെ ആണ് ശരിക്കും. അദ്ദേഹം കുറച്ച് നാളിങ്ങനെ ആൽക്കഹോളിക്കായിട്ട് ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട്. പക്ഷേ അതേപോലെ തന്നെ ഒരുപാട് ജീവിതങ്ങൾ മദ്യപാനം മൂലം നശിച്ച ഒരുപാട് ജീവിതങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട്, എനിക്ക് അനുഭവമുണ്ട്. അപ്പം എന്തുകൊണ്ടും എല്ലാ പ്രായത്തിലുള്ള ആൾക്കാർക്കും ഇത് റിലേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നി. ഏത് പ്രായത്തിലുള്ള ആൾക്കാർക്കും, ഏത് തരത്തിലുള്ള ആൾക്കാർക്കും, അല്ലെങ്കിൽ ഏത് തലത്തിലുള്ള ആൾക്കാർക്കും ഇത് മനസ്സിലാവും, പെട്ടെന്ന് മനസ്സിലാവും. അങ്ങനെ ഓരോ സീനുകളും വളരെ ലൈവാണ്. അങ്ങനെ മനോഹരമായൊരു സ്ക്രിപ്റ്റായിരുന്നു. ആദ്യം തന്നെ പുള്ളി വന്നപ്പോൾ വെറുതെ കഥ പറയല്ലാതെ ഫുൾ സ്ക്രിപ്റ്റാണ് വായിച്ചത്. അപ്പോൾ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ചെയ്താൽ കൊള്ളാം എന്ന് തോന്നി. പിന്നെ അതിനകത്ത് ഒരു നല്ലൊരു വേഷവും ഞാൻ ചെയ്തിട്ടുണ്ട്. നേരത്തെ ചെയ്തിട്ടുണ്ടെങ്കിലും 10-20 സിനിമകളിൽ ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. 2-3 സീനിൽ വരുന്ന വേഷങ്ങൾ ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. ഇത് അതിൽ നല്ല നായകനൊപ്പം തന്നെ പ്രാധാന്യമുള്ള ഒരു വേഷമാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഒരു പ്രൊഡ്യൂസർ എന്ന നിലയിൽ നമ്മൾ സിനിമ സെലക്ട് ഫസ്റ്റ് ടൈം ആണോ പ്രൊഡ്യൂസറായിട്ട് വരുന്നത്? അല്ല, ഞാൻ നേരത്തെ കോ പ്രൊഡ്യൂസറായിട്ടും ലൈൻ പ്രൊഡ്യൂസറായിട്ടും എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസറായിട്ടും സിനിമകൾ കുറേ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് സ്വന്തമായിട്ട് നിർമ്മിക്കുന്ന പടം ഞാനും എൻ്റെ ഒരു സുഹൃത്ത് വിഷ്ണു വിജയൻ എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു സുഹൃത്തും ചേർന്നാണ് നിർമ്മിച്ചിരിക്കുന്നത്. അപ്പോൾ ഒരു സിനിമ സെലക്ട് ചെയ്യുമ്പോൾ കുറേ വട്ടം ആലോചിക്കണം. ഇപ്പോൾ കമേഴ്ഷ്യൽ ഹിറ്റ് ആവോ, അല്ലെങ്കിൽ നമുക്ക് പ്രൊഡ്യൂസർ എന്ന നിലയിൽ നിന്ന് നോക്കുമ്പോഴുള്ള കാര്യം ഞാൻ പറയുന്നത്, ലാഭം അങ്ങനെയൊക്കെ നോക്കണം. അപ്പം എന്തൊരു ഫാക്ടർ വെച്ചിട്ടാണ് ഈ ഒരു സിനിമ സെലക്ട് ചെയ്യാൻ കാരണം? ഞാനെപ്പോഴും കണ്ടൻറ്റും മേക്കിങ്ങും ആണ് ഒരു സിനിമയെ സംബന്ധിച്ച്, അതാണ് അതിൻ്റെ പ്രാധാന്യം. ശരിക്കും ഒരു നല്ലൊരു കണ്ടൻറ് അല്ലെങ്കിൽ നല്ലൊരു സ്ക്രിപ്റ്റ് തന്നെയാണ് മുന്നിൽ നിൽക്കേണ്ടത്. സെലക്ട് ചെയ്യുമ്പോൾ അങ്ങനെ ഒരു ഇതുണ്ടല്ലോ. അപ്പോൾ ഇതിൻ്റെ ക്യാമറമാൻ സിനു സിദ്ധാർത്ഥ്, അയാളിലുള്ളൊരു വിശ്വാസമുണ്ട്. മേക്കിങ്ങും എന്താ പറയുന്നത്, കണ്ടൻറ് ഗംഭീര, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ നല്ല സ്ക്രിപ്റ്റാണ്. അപ്പോൾ ആ ഒരു 2 കാര്യമാണ് ഞാൻ ആദ്യം നോക്കിയത്. പിന്നീട് പുതുമുഖങ്ങൾ മതി എന്ന് വിചാരിച്ചത് വേറൊന്നും കൊണ്ടല്ല. നമ്മൾ വേറെയും മദ്യപാനമായിട്ട് ബന്ധപ്പെട്ടുള്ള കഥകൾ അല്ലെങ്കിൽ പ്രശസ്തരായ നടന്മാർ അഭിനയിച്ച സിനിമകൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇനിയൊരു ആർട്ടിസ്റ്റിനെ വെച്ച് വേണ്ട, ഇത് വേറൊരു ആവാമെന്ന് വിചാരിച്ചാണ് പുതിയ ആൾക്കാർ മതിയെന്ന്. ഇപ്പോൾ ഇതിനകത്ത് മുഖപരിചയമുള്ള ആരുമില്ല ശരിക്കും. എല്ലാവരും പുതിയ ആൾക്കാർ, ഒരു സീനിൽ വരെ അഭിനയിച്ച ആൾക്കാരും പുതിയ ആൾക്കാരാണ്. എന്തായാലും അത് പടം നന്നായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ പ്രൊഡ്യൂസർ എന്ന നിലയിൽ ഇപ്പോൾ സംസാരിച്ചല്ലോ, ഇനി ആ ഒരു സിനിമത്തെ ക്യാരക്ടറിനെ പറ്റി ഒന്ന് സംസാരിക്കാമോ? എൻ്റെ ക്യാരക്ടർ ശരിക്കും അത് വെളിപ്പെടുത്താൻ ഒക്കത്തില്ല ഇപ്പം. കാരണം ഭയങ്കര സർപ്രൈസ്. അതെ, കാരണം നായകനൊപ്പം ആദ്യാവസാനം വരെ ഉള്ള ഒരു ക്യാരക്ടറാണ്. ക്ലൈമാക്സിൽ ഞാൻ യഥാർത്ഥത്തിൽ ആരായിരുന്നു എന്നറിയത്തുള്ളൂ. അത് ക്ലൈമാക്സാണ്. അത് സിനിമ കാണുമ്പം അത് മനസ്സിലാവും.